സ്മോക്കി മറ്റൊരു കൊച്ചിക്കരിയാവുന്ന രീതിയിലാണ്. പറ്റിക്കുക എന്നുള്ളത് അവരുടെ സ്കില്ലും പറ്റിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് കാണിക്കാം. അപ്പോൾ കിളിക്കുഞ്ഞെന്ന് പറഞ്ഞ് കാണിക്കാം, പട്ടിക്കുഞ്ഞെന്ന് കാണിക്കാം. അപ്പോൾ ബാക്ക് ടു വിളിച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അരുൺ സ്മോക്കി മറ്റൊരു കൊച്ചിക്കരിയാവുന്ന രീതിയിലാണ്. നിങ്ങൾ എല്ലാവരും ചില റീൽ കണ്ടിട്ടുണ്ടാവും. ഒരു ബൈക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്ത ബൈക്കിൽ 1 ലക്ഷം രൂപയ്ക്ക് പണിയുള്ള ബൈക്ക് അരുൺ സ്മോക്കി കൊടുത്ത് പറ്റിച്ചു എന്നുള്ളത്. അപ്പോൾ അതിന് സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആ പയ്യൻ ഒരു ട്രിപ്പിമൊക്കെ എന്ന് പറഞ്ഞ പയ്യനാണ് ആ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ 1.5 ലക്ഷം രൂപയ്ക്ക് എടുത്ത വണ്ടിയിൽ 1 ലക്ഷം രൂപയ്ക്ക് പണിയുണ്ടെന്നാണ്. അപ്പോൾ അതിപ്പോൾ തിരുത്തി അവൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വണ്ടി എടുത്ത് 8 മാസം കഴിഞ്ഞ് ഓടിച്ചതിന് ശേഷമാണ് ആ പണികളൊക്കെ പറഞ്ഞത്. അപ്പം അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതൊരു മൊണ്ണ പോയി കഴിഞ്ഞാലും വണ്ടി ഓടിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ കൂടിപ്പോൾ ഒരു 20,000 അല്ലെങ്കിൽ 25,000 രൂപ പണി വില കാണാതിരിക്കാം. പോട്ടെ, നിങ്ങൾ അവ അത്രയ്ക്കൊരു മൊണ്ണയാണെങ്കിൽ ഒരു 30,000 രൂപ പണി വില പറ്റിക്കാൻ പറ്റും. 1 ലക്ഷം രൂപ പണി വില പറ്റിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ ഈ ഒരു യൂസ്ഡ് ബൈക്ക് മാർക്കറ്റിൽ ഒരുപാട് രീതിയിൽ ചതിങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മെയിൻ ഈ ഒരു പുതിയ വണ്ടി എടുക്കുന്ന സമയത്തായാലും ഈ ഫൈനാൻസുകാരെയൊക്കെ വെച്ചിട്ട് നമുക്ക് ലോ ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മളിൽ നിന്ന് പൈസ പിടിക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ യൂസ്ഡ് മാർക്കറ്റിലുണ്ടെങ്കിൽ അതും പിന്നെ അല്ലാതെ ആൾക്കാർ പറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പറ്റിക്കുക എന്നുള്ളത് അവരുടെ സ്കില്ലും പറ്റിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് വണ്ടിയൊക്കെ എടുക്കാൻ നേരത്ത് അറ്റ്ലീസ്റ്റ് ഒരു മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ച് വണ്ടി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം എടുക്കുക. ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ടുപോയിട്ടാണ് വണ്ടി എടുക്കാൻ വേണ്ടി ജസ്റ്റ് വിശ്വസിച്ച് പോകുന്ന അത്ര നല്ലൊരു കാര്യമുള്ള. കാരണം പറ്റിക്കപ്പെടാതിരിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. ഇപ്പോൾ വീഡിയോയിൽ എങ്ങനെ വേണോ കാണിക്കാം. ഇപ്പോൾ കിളിക്കുഞ്ഞെന്ന് പറഞ്ഞ് കാണിക്കാം, പട്ടിക്കുഞ്ഞെന്ന് കാണിക്കാം. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ നിങ്ങൾ കണ്ടാലും ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് കുറച്ച് പണിയൊക്കെ കിട്ടുന്നുണ്ട്. ആൾമോസ്റ്റ് ഞാൻ എല്ലാവരും ഇടുമെങ്കിലും കുറച്ചൊക്കെ ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ വീഡിയോ കണ്ട് പോയി വണ്ടി എടുക്കുന്നതിന് മുമ്പ് മെക്കാനിക്കെ കൊണ്ടുപോയിട്ട് തറവായിട്ട് വണ്ടി ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഇപ്പോൾ ഈ അരുൺ സ്മോക്കിയുടെ കേസിലാണെങ്കിൽ എനിക്ക് ആ വീഡിയോ അത്ര ജെന്യുവനായിട്ട് തോന്നുന്നില്ല. കാരണം അവൻ ആ ഒരു വണ്ടിയിൽ അരുൺ സ്മോക്കി എന്നെ കമൻറ്റൊക്കെ ഇട്ടുണ്ട്. ഞാൻ ഇതിൽ ആരെയും വൈറ്റ് വാഷ് ചെയ്യുന്നതെന്നല്ല. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, എനിക്ക് അരുൺ സ്മോക്കി ആയിട്ടൊന്നും ഒരു ബന്ധമില്ല. ഞാൻ പണ്ടോട്ടേ ചെറിയ വീഡിയോസൊക്കെ കാണുന്നുള്ളൂ. ഇപ്പം പിന്നെ ഈ ഇപ്പോൾ BMW വിറ്റ സമയത്തൊക്കെ ഞാൻ കുറച്ചുകൂടെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്ര വരെയുള്ളൂ. പിന്നെ പണ്ടോട്ടേ ഞാൻ ബൈക്കൊക്കെ എടുക്കാൻ നേരത്തും ഈ ഒരു കിളിക്കുഞ്ഞ് ബൈക്ക് കാണുമ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ കയറി നോക്കുമായിരുന്നു. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. ഇതാരെയും വൈറ്റ് വാഷ് ചെയ്യുന്നില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻസ് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത്. 1,40,000 വണ്ടി ഇത്ര രൂപയ്ക്ക് വിറ്റെന്നുള്ള രീതിയിലാണ് ആ വീഡിയോ ഇട്ടേക്കുന്നത്. അത് പവൻ തിരുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വണ്ടി വിറ്റിട്ട് ആരെങ്കിലും പറ്റിക്കുന്നെങ്കിൽ തന്നെ അത് ജെന്യൂനായിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്കത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിനെപ്പറ്റി കംപ്ലയിൻറ്റ് കൊടുക്കാം. പിന്നെ ഡയറക്റ്റ് ആ ഷോപ്പോയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം വീഡിയോസൊക്കെ ഇട്ട് വണ്ടി വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റെക്ടിഫൈ ചെയ്ത് തരും. കാരണം അവർക്ക് പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ പോലെ അവരുടെ റെപ്യൂട്ടേഷൻ നോക്കണം, ക്രെഡിബിലിറ്റി നോക്കണം. ഇപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ വീഡിയോ ആണെങ്കിലും ഇല്ലാത്ത കാര്യമായിട്ട് വീഡിയോ ഇട്ടാലും ഈ നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പേര് ഷെയറായി പോകും. കാരണം മെയിനായിട്ട് നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാമല്ലോ, ആരും നന്നായിട്ട് കയറി പറഞ്ഞത് ആർക്കും അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. ഇപ്പം ഞാൻ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവായിട്ടാണ് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സെറ്റിലാവുന്ന സമയത്ത് ഞാൻ പണ്ട് പെൻസിൽ കൊടുക്കാത്ത കാര്യവും പേന കൊടുക്കാത്ത കാര്യം വരെ വലിയ കാര്യമായിട്ട് പൊക്കിക്കൊണ്ടുവരും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വിചാരിക്കും നമ്മളാരും നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മളെ നോക്കാൻ വേണ്ടി ഒരുപാട് കഴുകും കണ്ണുകൾ കാത്തിരിപ്പുണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു 10,000 അല്ല, എനിക്കിപ്പോൾ 7,000 ഫോളോവേഴ്സ് ഉള്ളതെന്ന് വിചാരിച്ചു. അതിലിപ്പോൾ ഒരു 5,000 6,000 ഒരു 4,000 പേര് എന്നെ ഇഷ്ടപ്പെട്ട ഫോളോവേഴ്സ് ആയിരിക്കും. ബാക്കി കുറച്ച് പേര് ഇങ്ങനെ കൈതട്ടിയൊക്കെ ഫോളോവേഴ്സ് ആയിരിക്കും. അതിലൊരു 500 പേരെങ്കിലും എന്നെ കണ്ടുവിടാതിരിക്കുന്നവന്മാർ കാണും ഉറപ്പ്. നമ്മളെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മളെ അക്കൗണ്ടിൽ നമ്മളെ കണ്ടുവിടാത്തവരുടെ എണ്ണം കൂടി വരും. നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വീഴാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു ബെനലിയുടെ കാര്യം പേഴ്സണൽ ബെഞ്ച് വെച്ച് ചെയ്തതല്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ജസ്റ്റ് റീച്ചിന് വേണ്ടി ചെയ്തതായിരിക്കും. അതെന്തായാലും ഇപ്പോൾ അരുൺ സ്മോക്കി എന്നെ കമൻറ്റൊക്കെ റെക്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അതിലെനിക്ക് അത്ര ഒരു ജെന്യുവനായിട്ട് തോന്നിയില്ല. കാരണം ആ ഒരു വണ്ടി വിൽക്കുന്ന വീഡിയോസിലായാലും 1 മാസമൊക്കെ ചെക്കിംഗ് വാറണ്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 വർഷം 1 മാസം ഓടിച്ചിട്ടും ഈ ഒരു കംപ്ലയിൻ്റ് ഒന്നും അവന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവൻ വണ്ടി ഓടിക്കേണ്ടെന്നേ ഞാൻ പറയൂ. ആണ് 1 മാസമൊക്കെ വണ്ടി കയ്യിരിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ഏകദേശം കംപ്ലയിൻറ്റ് കാണാനൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ 1 ലക്ഷം രൂപയുടെ കംപ്ലയിൻ്റ് ഒന്നും വണ്ടി ഓടിച്ച് നോക്കിയിട്ട് മനസ്സിലാത്തവന്മാരൊന്നും വണ്ടി ഓടിക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. എന്തായാലും അവ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ അവൻ്റെ വീഡിയോസൊന്നും എടുത്ത് വയ്ക്കുന്നില്ല. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീച്ച് കണ്ടന്റ് ക്രിയേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെയാണ്. ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ എടുത്ത് വെച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ആ ഒരു പരിപാടിക്കാണെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. ജസ്റ്റ് വായു ഉണ്ടെങ്കിൽ എന്തിനെപ്പറ്റി ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ഡെയിലി കണ്ടന്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. അതേപോലെ ഇൻകം നല്ല രീതിക്ക് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ലീച്ച് കണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ വരുന്ന സ്ഥിതിക്ക് പലവരും അതിനെടുത്ത് പല രീതിക്ക് വളച്ചൊടിച്ച് പല രീതിക്കിട്ട് പണിയാൻ നോക്കും. അപ്പോൾ അവർ ജസ്റ്റ് അവരൊരു വരുമാന മാർഗമായിട്ട് ചെയ്യുന്നെങ്കിലും അത് പലരും പല രീതിക്ക് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ തന്നെ അരുൺ സ്മോക്കിൻ്റെ വീഡിയോ എത്ര പേര് കണ്ട് അത് തന്നെ കുറച്ച് പേര് കച്ചവടത്തിലൊക്കെ മാറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ റീലിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ വീണ്ടും കുറച്ച് കമൻറ്റൊക്കെ വായിച്ചായിരുന്നു.
എന്നെ പഠിച്ചിട്ടുണ്ട്, എന്നെ ആ ബൈക്ക് എന്ന് പഠിച്ചിട്ട് ഈ ബൈക്ക് പഠിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഇങ്ങനെ പറയുന്ന മിക്കുള്ളവരും ബൈക്കിൻ്റെ നമ്പറോ ഏത് ബൈക്കാണെന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഫേക്ക് അക്കൗണ്ട് ഇതാണ്. അതൊക്കെ സംഭവം ആരെങ്കിലും ഒന്ന് നമ്മളൊന്ന് തളരാൻ നിൽക്കുന്ന സമയത്ത് അടിച്ചുണ്ടാക്കി കെട്ടാൻ വേണ്ടി നിൽക്കുന്ന പയ്യന്മാരാണ്. എനിക്കിതിനെപ്പറ്റി കറക്റ്റ് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കൊച്ചിക്കാരുടെ ഇഷ്യൂ മുമ്പ് ഞാനും ആ ഒരു പെണ്ണുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞു. ആ സമയത്ത് തന്നെ ആ കൊച്ചിക്കാരി ഇടുന്ന സ്റ്റാറ്റസ് സഹിതം എനിക്കൊരു ഫേക്ക് അക്കൗണ്ട് എടുത്ത് ഓരോരുത്തർ അയക്കുമായിരുന്നു, ഇപ്പോൾ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ ശത്രുക്കൾ നമ്മളെ കൂടെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് അതിനർത്ഥം. പിന്നെ അതൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല, കാരണം ഫേക്ക് അക്കൗണ്ട് കണ്ട് അപ്പോൾ കൂടെ എന്ന് ചതിക്കുന്നവന്മാർ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ എടുത്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് ഹേറ്റേഴ്സ് കാണും, നമ്മളോട് അറിയാതെ. ആദ്യമേ നമ്മൾ അത്യാവശ്യം സെറ്റിലായ ആൾക്കാരാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കുഴപ്പം എപ്പോഴാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ചെറിയ ലെവലിൽ നിന്ന് കയറി വളർന്നു എൻ്റെ കാര്യമല്ല, അരുൺ സോക്കിയുടെ ആയിരുന്നു വളർന്നു വരുമ്പോഴത്തേക്ക് എല്ലാവരും റീലൊക്കെ ഇടും, കമൻറ്റുകളിടും, എല്ലാവരും നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യും. പക്ഷേ കുറേ പേരെങ്കിലും മനസ്സിലൊരു ചിന്ത കാണും, ഇവന്മാരൊക്കെ അങ്ങനെ വളർന്നു വന്നതാണ്. ഈ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ നമ്മൾ ഉറപ്പായിട്ടും അടിച്ചമർത്താൻ വേണ്ടി നോക്കും. അപ്പോൾ ആ ഒരു വണ്ടി വിൽക്കുന്ന കേസിലൊക്കെ വണ്ടി വിൽക്കുന്നത് എപ്പോഴും ലാഭത്തിനോട് തന്നെയാണ്. അത്രയും ഒരു ഉടായ്പ കാണിച്ച് വണ്ടി വിൽക്കുമെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കാര്യങ്ങൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് സൂക്ഷിക്കണം. അപ്പോൾ കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ മെക്കാനിക്കെ കൊണ്ടുപോയി കണ്ട് ഉറപ്പ് വരുത്തി എല്ലാ ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷം മാത്രം വണ്ടികൾ എടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ നല്ല രീതിക്ക് പണി കിട്ടും. അപ്പോൾ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് പലർക്കും പല രീതിയിൽ പൊട്രേ ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ എന്നുണ്ടെങ്കിൽ വീണ് കഴിഞ്ഞാൽ ഞാനും ഇതെനിക്ക് ഡയറക്റ്റ് ഇറക്കി പോവും. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ സെറ്റിൽഡായിട്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്നും കയറി പറഞ്ഞില്ല. എനിക്കിതൊന്നും വലിയ രീതിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എനിക്ക് തന്നെ ഒരു ക്യാരക്ടറുണ്ട്, എന്തൊരു സുഹേൽ MF എന്നിട്ട് എടുത്തോണ്ട് എൻ്റെ എല്ലാ വീഡിയോസിലും നെഗറ്റീവ് കമൻറ്റ്. ഇത് എന്നെ കളിയാക്കിയ കൊച്ചിക്കാരി ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അധികം പോയി ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ ഒരു പരിചയമുള്ള മോന്ത് കമൻറ്റ് നോക്കിയപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഫോൺ എടുത്തില്ല, ഞാൻ അവൻ എന്തോ പറ്റിച്ചിരുന്ന രീതിയിൽ. എനിക്കാണെങ്കിൽ അവനെ നേരിട്ട് അറിയത്ത് പോലുമില്ല, എന്തോ ഇതിനവൻ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചീത്ത വിളിച്ചു. ഞാൻ അത് കണക്ക് അവൻ്റെ കട്ട നല്ല രീതിക്ക് എനിക്ക് കൊടുക്കാൻ അറിയാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ നമ്പർ വെച്ചപ്പോൾ ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു നിൻ്റെ നമ്പർ അയക്കാൻ പറഞ്ഞു. ഞാൻ നിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ട് അവ എടുത്തിട്ടില്ല. എന്നിട്ട് ഒരു കാറിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ജോലിയിലാണ്, പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി കമൻറ്റ് വെച്ചിരിക്കുന്നു. അവൻ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല എന്ന് അവൻ എന്തൊക്കെയോ കൊടുത്ത് ഞാൻ പറ്റിച്ച രീതിയിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എണ്ണമുണ്ട്. അവൻ എന്നിട്ട് പിന്നെ എൻ്റെ റീലിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കമൻറ്റൊക്കെ ഇട്ട് തുടങ്ങി. ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, എനിക്കത് കുഴപ്പമില്ല. ഞാൻ എൻ്റെ വണ്ടിയുടെ വൈബ്രേഷനൊക്കെ മാറ്റാൻ വേണ്ടി സൈക്കിൾ ട്യൂബൊക്കെ വെക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലൊന്ന് കമൻറ്റിട്ടൊക്കെയാണ്, നീയൊരു പക്ക നെഗറ്റീവ് പോളിയാണ്, നിനക്ക് ഇതെല്ലാം വേറെ പണിയൊന്നും ഇല്ലെന്ന്. വൈബ്രേഷൻ മാറ്റാൻ വേണ്ടി സൈക്കിൾ ട്യൂബ് ഇട്ടേക്ക്, അത് പിന്നെ അവൻ്റെ കരടിൽ വേണ്ട അങ്ങനെയൊക്കെ ചോദിക്കാൻ എനിക്ക് അറിയായിട്ടല്ല. അങ്ങനെ ഉറപ്പ് ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ആക്കിയിട്ടങ്ങ് പോയി. അപ്പം അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റാകത്തനുണ്ട്. ഇവിടെ ആരും നന്നാവുന്നത് ആർക്കും ഇഷ്ടമല്ല, ആദ്യമേ പറയാം. നന്നായി വരുമ്പോഴത്തേക്ക് അടിച്ചമർത്താൻ വേണ്ടി ഒരുപാട് പേര് കാണും. ഞാൻ പിന്നെ ആ ബെനലിയുടെ ബൈക്കിൻ്റെ വീഡിയോസും വേറെ ഇത് റിയാക്ട് ചെയ്ത വീഡിയോസൊന്നും എടുത്ത് വെച്ച് കാണിക്കാനൊന്നും നിൽക്കുന്നില്ല. കാരണം അവന്മാർ എനിക്ക് കോപ്പിറൈറ്റ് അടിച്ച് തന്നിട്ട് വേണം എൻ്റെ ചാനലിലൂടെ പൂട്ടിപ്പോകാൻ വേണ്ടി. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. കോപ്പിറൈറ്റ് ഒരുപാട് വന്ന് കിടപ്പുണ്ട്. ഞാൻ ഇതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അത് നല്ല രീതിക്ക് ചെയ്യുന്നവർക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, അല്ലാതെ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. എൻ്റെ കണ്ടന്റ് മിസ്യൂസ് ചെയ്ത ആരും ഇതുവരെയ്ക്കും ഇല്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതെൻ്റെ കണ്ടന്റ് അല്ല. പിന്നെ ചില കാര്യങ്ങളെപ്പറ്റി എനിക്ക് കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടി തോന്നി. പിന്നെ ഒരു കസേരയൊക്കെ വാങ്ങിച്ചിട്ട് എന്തായാലും നമ്മൾ കുറച്ച് സംസാരിക്കണം, അതുകൊണ്ട് മാത്രം സംസാരിച്ചതേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് അടിക്കാനൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നോക്കി കണ്ടൊക്കെ വണ്ടിയൊക്കെ എടുക്കണം, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ.